യു എയിൽ അറബ്സ് മാത്രം ഇതുവരെ സൈൻ ചെയ്തിരുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇനി മുതൽ ഇന്ത്യയിലെ ACCA അല്ലെങ്കിൽ CA ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഓഡിറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റും. കാസർഗോഡ് ജില്ലയിൽ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ACC എന്തുകൊണ്ട് സീഡ് ക്യാമ്പസ് കൊടുക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ബിസിനസ്. 180 കൺട്രീസിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ACCA. GCC രാജ്യങ്ങളാവട്ടെ, അറബ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS. അപ്പൊ ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു കോഴ്സ് കൂടി ACC ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള അക്കാഡമിക് സിസ്റ്റത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ, സീഡ് ക്യാമ്പസിലുള്ള അക്കാഡമിക് സിസ്റ്റത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ACC ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സംശയമാണ്, ഇതൊരു കൊമേഴ്സ് കോഴ്സ് ആണല്ലോ. അങ്ങനെ ഒരു ധാരണ ആർക്കും വേണ്ട. കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, സയൻസ് ആണോ എന്നുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും ACCക്ക് ഇല്ല. ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്ക്, ഈവൻ 10th കഴിഞ്ഞാൽ പോലും FIA റൂട്ടിലൂടെ ACC പഠിക്കാൻ വേണ്ടി പറ്റും. കാസർഗോഡ് ജില്ലയിൽ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ACC എന്തുകൊണ്ട് സീഡ് ക്യാമ്പസ് കൊടുക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ലേറ്റസ്റ്റ് UAEയിലെ നിലവിലുള്ള സാഹചര്യത്തിൽ UAEയിൽ അറബ്സ് മാത്രം ഇതുവരെ സൈൻ ചെയ്തിരുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇനി മുതൽ ഇന്ത്യയിലെ ACCA അല്ലെങ്കിൽ CA ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ പഠിച്ചിട്ട് ACCA അല്ലെങ്കിൽ CA ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഇനി മുതൽ UAEയിൽ ഓഡിറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു സാഹചര്യത്തിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള 180 കൺട്രീസിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ACCA. സോ അത് നമ്മൾ ഇത്രയും പ്രാധാന്യത്തോടു കൂടി, സീഡ് ക്യാമ്പസ് ഇത്രയും പ്രാധാന്യത്തോടു കൂടി കാസർഗോഡ് ജില്ലയിൽ എന്തുകൊണ്ട് ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസർഗോഡ് ജില്ലക്ക് വളരെ നല്ല രീതിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ നല്ല ബന്ധങ്ങളാണ് കാസർഗോഡ് ജില്ലയിലുള്ള രക്ഷിതാക്കൾക്ക്, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നിരവധി പേര് GCC രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പല മേഖലയിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ACC പോലത്തെ കോഴ്സസ് കുട്ടികൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ റിലേറ്റീവ്സിനെ വെച്ച് തന്നെ ഈ രാജ്യങ്ങളിൽ എത്തിപ്പെടാനും ആ രാജ്യങ്ങളിലുള്ള ടോപ്പ് ലെവൽ പൊസിഷനിലേക്ക്, കമ്പനീസിലേക്ക് അവർക്ക് ട്രൈ ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതിലൂടെ കിട്ടുക. കാരണം കാസർഗോഡ് ജില്ലക്ക് പണ്ട് മുതലേ വളരെ വർഷങ്ങൾക്ക് മുമ്പേ GCC രാജ്യങ്ങൾ, UAE ആവട്ടെ, പല രാജ്യങ്ങളിലും വളരെ നല്ല ബന്ധങ്ങളാണുള്ളത്. അപ്പൊ അവിടുന്നുള്ള അവരുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും മക്കളും ഈ ഒരു കോഴ്സ് ചെയ്തിട്ട് ഈ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ബിക്കോസ് IFRSന്റെ സ്റ്റാൻഡേർഡ് അതേ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു കോഴ്സാണ് ACCA. ഇപ്പോൾ GCC രാജ്യങ്ങളാവട്ടെ, അറബ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS. അപ്പൊ ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു കോഴ്സ് കൂടി ACC ആയതുകൊണ്ട് അത്രയും നല്ല പ്രാധാന്യമാണ് നമുക്ക് ഇവിടെ കിട്ടുക, ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടാം. അപ്പോൾ ആ ഒരു റീസൺ ആണ് ഇത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ACC കൊടുക്കുകയും വളരെ ചെറിയ ഡ്യൂറേഷനിൽ തന്നെ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മളെ നാടിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ബിസിനസ്. നമ്മളെ നാട്ടിൽ പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾ, പുതിയ പുതിയ ബിസിനസ് സ്ഥാപനങ്ങളും ഇങ്ങനെ വളർന്നു വരുന്ന രൂപത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മുടെ നാട് ഡെവലപ്മെന്റിലേക്ക് മാറുക. അപ്പം നമ്മളെ നാടിനെ ഡെവലപ്മെന്റിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ എന്ത് കൊണ്ടുവരണം? നല്ല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ വരണം. ഈ നല്ല രൂപത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പല രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഐഡിയാസ് ഇങ്ങോട്ട് കൊണ്ടുവരണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പുതിയ പുതിയ ഇനീഷ്യേറ്റീവുകൾ തുടങ്ങണം. അങ്ങനെ വരുന്ന സമയത്ത് ബിസിനസിന്റെ എല്ലാ ആസ്പെക്ട്സും വേൾഡിലെ ലോക നിലവാരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വെച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ACCA. അപ്പോൾ നമ്മളെ നാടിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിനും ഇവിടെ ബിസിനസ് സ്ഥാപനങ്ങൾ വരാനും ആ ബിസിനസ് ചെയ്യാനും ഏറ്റവും നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ACCA. രണ്ട് വിധത്തിലാണ് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നല്ല നല്ല ഏറ്റവും ലോകത്തിൽ തന്നെ ടോപ്പ് ലെവൽ കമ്പനീസായ ബിഗ് 4 അടക്കം ജോലി കിട്ടാനും, അതേപോലെ തന്നെ നാട്ടിലെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങൾ മുമ്പിലോട്ട് കൊണ്ടുവരാനുള്ള ആശയത്തോടു കൂടിയാണ് സീഡ് ക്യാമ്പസ് ഇത്രയും പ്രാധാന്യത്തോടു കൂടി ACC കൊണ്ടുവരുന്നത്. നമ്മളതിന് ACC മാത്രമല്ല, ACC എന്നുള്ള കോഴ്സിന്റെ കൂടെ ഫിനീഷിംഗ് സ്കൂൾ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതുകൊണ്ടാണ് കുട്ടികളെ വളരെ കൃത്യമായിട്ട് സ്കിൽ ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിച്ചെടുക്കാം. അതായത് സ്കില്ലില്ലാതെ ഏത് കോഴ്സും ഇന്ന് ചെയ്തിട്ട്, കാരണം സർട്ടിഫിക്കറ്റിനേക്കാൾ അപ്പുറത്ത് സ്കില്ലിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും നല്ല സർട്ടിഫിക്കേഷനും അതിൻ്റെ കൂടെ ഏറ്റവും നല്ല സ്കില്ല് കിട്ടുന്ന രൂപത്തിൽ ഫിനീഷിംഗ് സ്കൂൾ പ്രോഗ്രാംസ്, അതിന് ഡിഫറെന്റ് രീതിയിലുള്ള ക്ലബ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരുപാട് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ പല കേസിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
വലിയൊരു കൺഫ്യൂഷനാണ്. ACC ഒക്കെ വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുമോ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഒരുപാട് ചിലവുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് പറ്റുന്ന കുറെ കൺഫ്യൂഷൻസ് ആണ്. നമ്മൾ ശ്രദ്ധിക്കുക, സീഡ് ക്യാമ്പസിൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട നോളജ് ലെവൽ നമ്മളെ കുട്ടികൾ 7 മാസം കൊണ്ടൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, കൃത്യമായിട്ടുള്ള അക്കാഡമിക് സിസ്റ്റത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ, സീഡ് ക്യാമ്പസിലുള്ള അക്കാഡമിക് സിസ്റ്റത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ACC ക്രാക്ക് ചെയ്യാൻ പറ്റും. നോർമലി നോളജ് ലെവൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പാസ് പെർസെന്റേജ് കൂടിയ പേപ്പേഴ്സ് ആണ്. ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത് സ്കിൽ ലെവൽ പേപ്പേഴ്സ് ആണ്. പക്ഷെ നമ്മളുടെ അക്കാഡമിക് സിസ്റ്റം പ്രകാരം വളരെ കൃത്യമായിട്ടുള്ള അക്കാഡമിക് രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ACCന്റെ ഏത് പേപ്പേഴ്സും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സംശയമാണ്, ഇതൊരു കൊമേഴ്സ് കോഴ്സ് ആണല്ലോ. അങ്ങനെ ഒരു ധാരണ ആർക്കും വേണ്ട. കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ എന്നുള്ള കമ്പാരിസൺ ഒന്നും, അല്ലെങ്കിൽ എന്നുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും ACCക്ക് ഇല്ല. ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്ക്, ഈവൻ 10th കഴിഞ്ഞാൽ പോലും FIA റൂട്ടിലൂടെ ACC പഠിക്കാൻ വേണ്ടി പറ്റും. സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൊമേഴ്സ് കോഴ്സ് എന്നുള്ള രീതിയിലല്ല. ഇതിൽ ഏറ്റവും അനായാസം വളരെ ഈസി ആയിട്ട് ഓരോ പേപ്പേഴ്സും ക്രാക്ക് ചെയ്യുന്നതിൽ മുമ്പിൽ ഉണ്ടാവല് സാധാരണ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ പഠിച്ചു വന്ന സയൻസ് കുട്ടികളാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. കൂടാതെ നമുക്ക് +2 നല്ല പാസ് മാർക്ക് വേണം, നല്ല പാസ് പെർസെൻറ്റേജ് വേണം, നല്ല സ്കോർ വേണം, ഇത്ര %. അങ്ങനെ ഒരു കണ്ടീഷനും എന്തിനില്ല, ACCക്ക് ഇല്ല. ACCയിൽ ജോയിൻ ചെയ്തത് മുതൽ വളരെ കൃത്യമായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ നല്ല രൂപത്തിൽ കുട്ടി പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ള ഒരു കണ്ടീഷൻ നിർബന്ധമായിട്ടുണ്ട്. വളരെ എക്സാമിന്റെ സമയത്ത് പഠിച്ചാൽ മാത്രം പാസ്സാവുന്ന കോഴ്സല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം മുതൽ പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം. സോ ആ രീതിയിൽ കുട്ടികളെ ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് സീഡ് ക്യാമ്പസിന് ഇത്രയും നല്ല റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളത്. ഫിനാൻഷ്യൽ സെക്ടറിൽ നല്ല ജോബിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും, അതേപോലെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഏത്, ACC എന്നുള്ള കോഴ്സ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ടീമായിട്ട് ബന്ധപ്പെടാം. ഓൾറെഡി എനിക്ക് തോന്നുന്നത് നമ്മളുടെ സ്കിൽ ബാച്ച് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. നോളജ് ലെവലിന്റെ ബാച്ച് June 9th തുടങ്ങുന്നുണ്ട്. നമ്മളെ കൗൺസിലിംഗ് ടീമായിട്ട് ബന്ധപ്പെടാം. എന്ത് സംശയം ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, തീർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ ലോകത്തിലെ ടോപ്പ് ലെവൽ കമ്പനീസ് ആയ ബിഗ് 4 പോലത്തെ ബിഗ് 4 EY, ഇലോയിറ്റ്, PwC, അതേപോലെ തന്നെ KPMG പോലത്തെ ബിഗ് 4 കമ്പനീസിൽ, ടോപ്പ് ലെവൽ കമ്പനീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നാളെ നല്ലൊരു ബിസിനസ് മാൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് ACC. ആ രീതിയിലുള്ള കുട്ടികൾക്ക് വളരെ അനായാസം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കാസർഗോഡ് ടൗണിൽ തന്നെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് സീഡ് ക്യാമ്പസ് വരുന്നുള്ളത്. അതും കേരളത്തിലെ ടോപ്പ് ലെവൽ ഫാക്കൽറ്റീസിനെ വെച്ചിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാംസ് ആണ് അവിടെ ഉള്ളത്. അവിടെ പോയിട്ട് അവിടുത്തെ നമ്മളെ കുട്ടികളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. സോ നമ്മളെ കാര്യങ്ങൾ രീതികളൊക്കെ മനസ്സിലാക്കുക, നല്ല ഡിസിഷൻസ് എടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.